ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് ഞാൻ തന്നെയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്നോ ഉള്ള സ്ഥലത്താണ്. അതായത് ഇവിടുത്തെ നമ്മുടെ ക്രൈസ്റ്റ്ചർച്ചിൽ നിന്ന് ഞങ്ങളൊരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നേക്കുന്ന മൗണ്ട് ഹെറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് റിയ സ്നോ കാണുന്നത്. ഇവുവിനെയും സ്നോ കാണിക്കുന്നുണ്ട്. ഇത് റിച്ചാർഡ് എവിടെയാണ് നാട്ടില്? തൃശ്ശൂർ. റിച്ചാർഡ് ഇപ്പോൾ UC നമ്മുടെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. UC എന്നാ പഠിക്കുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ്. ഡബിൾ മാസ്റ്റേഴ്സ് ഉള്ള ആളാണ്. ഇത് അലൻ എവിടെയാണ് നാട്ടില്? ഞാൻ ചേർത്തലയാണ്, ആലപ്പുഴ. എന്താ പഠിക്കുന്നത്? ഞാനിവിടെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് മാസ്റ്റേഴ്സ്. ഇവരിപ്പോൾ രണ്ടുപേരും ജൂലൈയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവരോടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് നമ്മളിപ്പം മൗണ്ട് ഹെറ്റിൻ്റെ സ്കീയിങ് ഏരിയയിലാണ്. ഞാനിവിടെ ഇങ്ങനെ ഈ സാധനമൊക്കെ നിൽക്കുന്നത് ഓവറാക്കാൻ വേണ്ടിയല്ല. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാറ്റടിച്ച് കഴിയുമ്പോഴത്തേന് മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊലിക്കും. എല്ലാവർക്കും വരും. കീയുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്കിംഗ്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, വണ്ടി പോലെ ഇതെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അടിപൊളി ഏരിയയാണ്. നമ്മളിപ്പോൾ മൗണ്ട് ഹട്ടിൻ്റെ സ്കീയിങ് ഏരിയയിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇവിടെ മുകളിൽ ഇഷ്ടംപോലെ ആൾക്കാർ സ്കീ ചെയ്തൊക്കെ വരുന്നുണ്ട് അവിടുന്ന് കേട്ടോ. അടിപൊളി ഏരിയയാണ്. ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് കാറ്റാണ്. കാറ്റൊരു രക്ഷയില്ല. ഞങ്ങൾ ഇതുണ്ടോ ഈ ഏരിയ ആക്ച്വലി മഞ്ഞൊക്കെ ആയിട്ട് തകർന്നിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ കാറ്റും മഞ്ഞും ഫുള്ള് ആരും ഒന്നും വിചാരിക്കരുത് നല്ല കാറ്റുള്ളതാണ്. ഈ സൈഡിലൊക്കെ കിടക്കുന്നത് ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങളെങ്ങനെ മൗണ്ട് ഹെറ്റിൻ്റെ ഇതുണ്ടോ സ്നോ ഒക്കെ കണ്ടോ? അതെ, ഇവ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവ എങ്ങനെ ഉണ്ടാവും? ഇത് ഗുഡാണോ? ഈ സ്ക്രീം ചെയ്യുന്നത് കേട്ടിട്ട് എങ്ങനെയുണ്ട്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ആദ്യത്തെ സ്നോ ആണ്. അടിപൊളിയാ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുഴപ്പമില്ല. ചെസ് കുറവാ. നമുക്ക് ആ സെൻസും ഇതൊക്കെയാണ് അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതൊക്കെ പ്രോപ്പറായിട്ട് വെച്ചാൽ പഠിത്തമൊക്കെ വിട്ടിട്ട് നമുക്ക് പിന്നെ ഫുൾ ടൈം നമുക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാം അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്നോയും കാര്യങ്ങളൊക്കെ? സ്കീ ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങ് മോളി വരെ പോയിട്ട് തിരിച്ച് സ്കീ ചെയ്ത് താഴെ വരണോ? കണ്ടോ ഇവിടെ മഞ്ഞ് കിടക്കുന്നുണ്ടോ? ഈ സാധനമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ മഞ്ഞൊക്കെ മാറ്റുന്നത്. ഇവിടെ വേറൊരു വലിയൊരു അടിപൊളി മഞ്ഞ് മാറ്റുന്ന യന്ത്രമുണ്ട്. നമുക്ക് നോക്കാം ബാക്കി പരിപാടികൾ പിന്നെ. അപ്പോൾ ഞങ്ങൾ പ്രോപ്പർ സ്നോയിൻ്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാർച്ചേട്ടൻ. മാർക്കേട്ടൻ നാട്ടിലെവിടെയാവും കേട്ടോ? ചങ്ങനാശ്ശേരിക്കാരനാണ്. പക്ഷെ ഇവിടെ കുറേ നാളായിട്ടുള്ളൊരു അപ്പാപ്പനാണ് നമ്മുടെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ടോണിച്ചേട്ടനവിടെ. ടോണിയാണ്. ഈ ടോണിനെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ടോണി ആള് വൻ പുലിയാണ്. ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ടോണിച്ചേട്ടൻ. ടോണിച്ചേട്ടൻ നമ്മുടെ കണ്ണൂരുകാരനാണ്. ടോണിച്ചേട്ടൻ റിയേ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വന്നു. ഞാൻ അവരെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നേ. അപ്പോൾ ശരി, ഇവിടുന്ന് തെന്നി വീഴാതിരുന്നാൽ നല്ല ഗുണം. ഐസ് കണ്ടില്ലേ? ഇറ്റ്സ് നൈസ്. കാരണം ഇത് ഐസും എന്ത് ഇത് അടിക്കുന്ന കാറ്റടിക്കുന്ന എന്താ? അതവിടെ നീ പറഞ്ഞിരുന്ന ആണോ? ഇതുണ്ടോ നമ്മുടെ ഫുൾ ഏരിയ കംപ്ലീറ്റ് മഞ്ഞൊക്കെ ഒരു രക്ഷയില്ല. കിട്ടില്ലെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ സ്കീ ചെയ്യുന്നുണ്ട്. സ്കീയിങ്ങിന് വേണ്ടിയാണ്. ഇത് സ്കീ ഏരിയ കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് മൗണ്ട് ഹെറ്റിൻ്റെ സ്കീ ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇതിൻ്റെ പേരെന്താ? റോപ്പ് വേ. ഈ റോപ്പ് വേ നമ്മളെടുത്ത് നമ്മൾ നേരെ മോളിൽ പോയിട്ട് മോളിൽ നിന്ന് ആൾക്കാർ സ്കീ ചെയ്ത് താഴേക്ക് വരും. അതാണ് സമ്മതി. കുറേ ആൾക്കാർ ഇങ്ങനെ കയറുന്നുണ്ടോ?
ഇവിടെ ഒരു ചേട്ടൻ നൈസായിട്ട് വീണു. അങ്ങനെയൊക്കെ ചെറുതായിട്ട് ആൾക്കാർ വീഴും. നമ്മൾ കണ്ടിട്ട് ഇത് ചെയ്തത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പം അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടുന്ന് കയറി ഇങ്ങനെ റോപ്പേ കൂടെ മോളിലോട്ട് പോവാം. അല്ലാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ കടന്ന് മോളിൽ കയറിയിട്ട് അവിടുന്ന് സ്കീ ചെയ്ത് നമുക്ക് വരാം. ആൾക്കാർ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ വന്ന പിള്ളേരാണ്. എല്ലാവരും എക്സ്പ്ലോർ ചെയ്തോ. നല്ല അടിപൊളി സ്ഥലമാണ്. കുറേ പേരൊക്കെ പുതിയതായിട്ട് ആദ്യമായിട്ട് നമ്മുടെ സ്നോ കാണുന്ന ആൾക്കാരാണ്. ഓ എൻ്റെ കണ്ണേലടിച്ച്. ഓ നല്ല പെയിൻ ഉണ്ടോ ഈ സാധനം. നല്ല ആദ്യമായിട്ടാണോ സ്നോയില്? ഇവരുടെ ഞാൻ ചോദിക്കില്ല. ഇത് ഫുൾ ടൈം സ്നോയിലായിരുന്നു. ടോണി ചേട്ടാ സെറ്റല്ലേ? കാല് നടക്കുന്നൊന്നുമില്ലല്ലോ. കൈ നടക്കുന്നില്ല, കാല് നടക്കുന്നില്ല. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഫുൾ ഗിയറായിട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. മാർക്കറ്റിന് എത്ര നാളായിട്ട് ഗിയർ മേടിച്ചില്ല. മാർക്കറ്റിന് ഇവിടെ വന്നിട്ടില്ല, ഗിയർ മേടിക്കുന്ന അവസരം വന്നിട്ടില്ല. നമുക്ക് ഇനി അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടികളല്ലേ. നമുക്ക് ഇനി അവസരങ്ങൾ റെഡിയാക്കാം. അപ്പോൾ കുറച്ച് പേര് ഇവിടെ സ്നോമാൻ ഉണ്ടാക്കാനുള്ള പരിപാടി. സ്നോ എന്ത് പറ്റി? ഊരിപ്പോയോ? ഐസിൻ്റെ അകത്ത് കയറിപ്പോയോ? നമുക്ക് റെഡിയാക്കാം. ഇവൊക്കെ ആദ്യമായിട്ടാണ് ഐസ് കാണുന്നത്. റിയ നാട്ടിൽ നിന്ന് മേടിച്ച ഒരു ഗിയർ ഇടുന്നേ ഉള്ളൂ. കാരണം സഹിക്കാൻ പറ്റും. ഇത് മേടിച്ച വളരെ അടിപൊളിയായിട്ട് ഞാൻ ട്രൈ ചെയ്തു. ഇതില്ലാതെ പറ്റുമോ? ശരിയാവില്ല. റിയ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചു ഇത് വേണോ. പക്ഷെ ഇതുകൊണ്ട് വളരെ നല്ല ഉപകാരമാണ്. കാറ്റാണോ? എന്ത് പറ്റി? ഒന്നും കാണുന്നില്ലേ? ഓ മൈ ഗോഡ്, ഐ എം സോറി അബൌട്ട് ദാറ്റ്. യു ഇത് കറക്റ്റായിട്ടാണോ? അപ്പോൾ ഇപ്പോൾ ഇട്ടുതരാം. ഓക്കെ ഓക്കെ. എല്ലാരും പറ്റിച്ച ഇത് വീഡിയോ ആയിരുന്നേ. ഒരുണ്ട്. ഓ ഓക്കെ. അയ്യോ എടാ പിടിക്കടാ. ഇത് പോയി. ഓ മൈ ഗോഡ്, ഇവന്റെ ഇത് ഇവന്റെ കൈ സ്നോബൈറ്റ് വരും. Put this. Oh my god! ഇതിട്ട് കൈ സ്നോ ബൈറ്റ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. പിടിച്ച് ഞാൻ ഇട്ട് കൊടുത്തു, പക്ഷെ അത് ശരിയായില്ല. ഞാൻ Oh my god! എടാ ഭക്ഷണം കഴിക്കാതെ വിശക്കുന്നു. ഇവിടെ വന്നിട്ട് എന്താന്ന് പറയുക, ഭയങ്കര വിശപ്പ്. ഞാൻ NST കമാൻഡറിനെ പോലെയാ കംപ്ലീറ്റ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നാ. ഒന്നും കൂടെ ചെയ്യാം. യെസ്. അങ്ങനെ ഒരു കുറേ നേരത്തെ ഐസ് സ്കീയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു റിച്ചാർഡ്? അടിപൊളി എക്സ്പീരിയൻസ് നല്ലായിരുന്നു അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോഴും ഇവിടുത്തെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ടോ അതൊക്കെ അവിടുന്ന് അങ്ങനെയാണ് ഈ ഐസ് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ. അതുകൊണ്ടോ ഐസ് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ഡിഫൻഡറൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ടോ. ഇതാണ് മൗണ്ട് ഹട്ട് ഹൈ സ്കീയിങ് ഏരിയ. അവിടെ നിന്നുള്ള ഫുൾ ആൾക്കാർ പോയി. ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്തു. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ വിൻഡ് ബ്ലോ ചെയ്യും. അപ്പം ഭയങ്കര കാറ്റിപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു അല്ലേ? ഇവോ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഡിഡ് യു ലൈക്ക് ഇറ്റ് ഇവോ? ഹൗ വാസ് ദ സ്നോ? Enjoy. Did you enjoy Ivo?
And what about a snowman? Did you make a snowman? No? Oh yes. You made a snowman? Did you make a snowman, Ibu? No, why? Okay, next time we can make, okay? Okay guys, അപ്പം see you guys. അപ്പം ഒരു വീഡിയോ പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുത്താണ്. അപ്പം റിച്ചാർഡിൻ്റെയും അലൻ്റെയും ഒരു സപ്പോർട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഒരു കളയുന്നു അല്ലെ നിർത്തുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ 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 ഗൈസ് ബൈ ബൈ. ഇത് അവിടെ മാർക്കേട്ടൻ നിൽക്കുന്നു. മാർക്കേട്ടൻ അവിടെ നിന്ന് ബൈ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അടക്കി ഭയങ്കര സ്ഥലത്ത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ see you guys, ബൈ ബൈ. നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്ന വഴിയാട്ടോ. ഇറങ്ങി പോകുന്ന വഴിയും കയറി വന്ന വഴിയെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇറങ്ങി പോകുന്ന വഴിയാണിത്. നമ്മൾ അവിടെ കൂടെ വന്നത്. അപ്പം ദിസ് ഈസ് മൗണ്ട് സ്കീ സൈനിങ് ഓഫ്. ബൈ ബൈ.